ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിനയം സ്റ്റാർ ജയറാമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ജയറാമിന്റെ ഓവർ വിനയം പലതവണയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. തമിഴ്നാട്ടിൽ ചെല്ലുന്ന സമയത്ത് കുനിഞ്ഞ് കുമ്പിടുന്ന ജയറാമിനെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 രൂപയുടെ വിനയുടെ അടുത്ത് ജയറാം 2000 രൂപയുടെ വിനയം കുനിഞ്ഞിടും. അതാണ് ജയറാമിന്റെ പ്രത്യേകത. പുള്ളിയുടെ ഈ ഒരു വിനയം ആദ്യമൊക്കെ പുള്ളി ഇങ്ങനെ ആയിരിക്കും, ജനുവിനാണ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും, പക്ഷെ തമിഴ്നാട്ടിലോട്ട് എന്നിട്ട് ആ ഒരു കാണിപ്പ് കാണുമ്പോൾ എന്തൊരു ഫേക്കടേ എന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ പഴയ കാല നടി ഉഷാ ഹസീന പുള്ളിക്കാരത്തിയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്റെ സഹോദരനിട്ട് ജയറാം കൊടുത്ത ഒരു പണിയെ പറ്റി പുള്ളിക്കാരത്തി പറയുന്നത്. ഉഷാ ഹസീനയുടെ സഹോദരൻ ഹസീബ് ഹനീഫ്, പുള്ളി ഒരു പ്രൊഡ്യൂസറാണ്. ജയറാമിനും വെച്ച് 2-3 പടങ്ങൾ എടുത്തിട്ടുണ്ട് ഇദ്ദേഹം. ജയറാമിന്റെ മകനെയും വെച്ച് എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹം എടുത്ത പല സിനിമകളും പൊട്ടിപ്പാളീസ് ആയിട്ടുള്ള പടങ്ങളാണ്. ജയറാമിനെ വെച്ചെടുത്തിട്ടുള്ള ഗ്രേറ്റ് ഫാദർ, മറ്റേ മമ്മൂട്ടിയെ വെച്ചെടുത്തിട്ടുള്ള ഉട്ടോപ്പിയയിലെ രാജകുമാരിയോ അങ്ങനെ ഒരു പടം ഉണ്ടല്ലോ, കുട്ടനാടൻ മാർപ്പാപ്പ, ഹാപ്പി സർദാർ, യവനെ വെച്ചെടുത്ത അങ്ങനെ പുള്ളി എടുത്തിട്ടുള്ള ഒരുപാട് പടങ്ങളെല്ലാം പൊട്ടിപ്പാളീസായ പടങ്ങളാണ്. അപ്പം ഇതേ പ്രൊഡ്യൂസർ ജയറാമിന്റെ മകനെ വെച്ചെടുത്ത പടമാണ് ഹാപ്പി സർദാർ. ഈ പടം ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ജയറാം പറഞ്ഞിട്ടാണ്. ജയറാം കൊടുത്തൊരു വാക്കിന്റെ പുറത്താണ് ഇദ്ദേഹം ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. പടം ഇറങ്ങി 8 നില പൊട്ടി. ജയറാമിന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ലെന്നാണ് ഉഷാ ഹസീന പറയുന്നത്. പടം പൊട്ടിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കാമെന്ന് വാക്കൊക്കെ കൊടുത്ത ജയറാം പിന്നെ ആ പരിസരത്തോട്ട് പോലും വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന പ്രൊഡ്യൂസർ ഹസീബിനുണ്ടായി. അതിനുശേഷം ശാരീരികമായിട്ടുള്ള ഒരു സ്ട്രോക്ക് വന്ന് പുള്ളി തളർന്ന് കിടക്കുകയുണ്ടായി. പടം ഇറക്കുന്നതിന് മുമ്പ് പലതവണ വീട്ടിൽ വന്നിട്ടുള്ള ജയറാം ഈ ഒരു പടം പൊട്ടിയതിന് ശേഷം ഹസീബ് വയ്യാതായതിനു ശേഷം ഒരു തവണ വിളിക്കുകയോ വീട്ടിൽ വരികയോ ചെയ്തിട്ടില്ല. സോ അതിനെപ്പറ്റിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അന്നേരം ഈ ഉഷാ ഹസീന പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 1-2 വോയിസും ജയറാമിന്റെ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പുള്ളിക്കാരത്തി വെക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. എൻ്റെ തൊട്ട് പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട്, ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയാ, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ടൊരവസ്ഥയുണ്ടായി. ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാൽ ഷൂട്ട് ചെയ്ത്. 2019 ഇറങ്ങിയ പടമാണ് ഈ ഹാപ്പി സർദാർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ജയറാമിന്റെ മകൻ കാളിദാസനെ വെച്ചിട്ട് എടുത്ത പടമാണ്. 8 നിലയിൽ പൊട്ടിയ സാധനമാണ്. ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 5 കോടി രൂപ ബഡ്ജറ്റ് എന്നാണ് കാണിക്കുന്നത്. 3 ലക്ഷം രൂപയാണ് കളക്ഷൻ എന്നും കാണിക്കുന്നു. ഉള്ളതാണോ എന്തോ. എന്ത് തേങ്ങക്കൊലയാണെങ്കിലും പടം 8 നിലയിൽ പൊട്ടി. പ്രൊഡ്യൂസറിന് വലിയൊരു ബാധ്യത ഉണ്ടായി എന്നുള്ള കാര്യം പച്ചയായ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പടം എടുത്ത പ്രൊഡ്യൂസറിന്റെ അവസ്ഥ നമ്മളൊക്കെ ആലോചിക്കുന്നതിനേക്കാളും പരിതാപകരമായിരിക്കും. ജയറാമിന്റെ വാക്ക് കേട്ട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്ത ഹസീബിന് വമ്പിച്ച നഷ്ടം. കൂടെ ഉണ്ടാവും ഹസീബ് പടം എടുത്തോ എന്ന് പറഞ്ഞ ജയറാം പിന്നീട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാണ് ഉഷാ ഹസീനയുടെ പരാതിയല്ല, അവർ പറയുന്ന കാര്യം. അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബ്, അത് കൈവിട്ടു പോകും, ശരിയാവത്തില്ല, വേണ്ട, വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യുന്നത്. അവരെ ഒന്നും വിശ്വസിക്കരുത്. നമുക്കിവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ, അതാണ് ജയറാം. ഒള്ളി വിനയം. നമുക്ക് വിനയം മാത്രമേ കൊടുക്കാൻ അറിയത്തുള്ളല്ലോ. ഇതിനുശേഷമാണ് ഹസീബ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകയും ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുകയും ചെയ്യുന്നതും. എന്നിട്ടും ജയറാം തിരിഞ്ഞു നോക്കി. കുറേ നാളിന് ശേഷമാണ് ജയറാം, മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിന്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ്, ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈൻറ്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഉണ്ടായി ഡ്രിങ്ക്സുകാർ. ഈ വിനയം ഇൻബിൽട്ട് ആയിരുന്നോ? നമ്മൾ വിചാരിച്ച വീഡിയോയ്ക്കകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാർ സംസാരിക്കുമ്പോഴേ അത് ഉണ്ട് കേട്ടോ, അത് ഇൻബിൽട്ട് ആണെന്ന് തോന്നുന്നു. ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക്
കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ആരണ്ടൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം വിളിക്കാൻ നിന്നിട്ടൊന്നുമില്ല, കുറച്ച് ക്രിട്ടിക്കലല്ലേ ഉള്ളൂ, ചവറായിട്ടില്ലല്ലോ, അതുകൊണ്ട് വിളിക്കാനൊന്നും ചേരാൻ വേണ്ടി നിന്നിട്ടില്ല. ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് അറിയുന്നു പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. അപ്പം ക്യാമറയുടെ മുന്നിൽ മാത്രമല്ല ഈ വിനയം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ്. വോയിസ് മെസ്സേജിലും നമുക്ക് ആ വിനയം കാണാൻ പറ്റുന്നതാണ്. പുള്ളി കുറച്ച് ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് വിളിച്ചു തിരക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. 2019 ഇറങ്ങിയ പടം ഈ ഒരു കോള് നടക്കുന്ന എനിക്ക് തോന്നുന്നു 2023 ഈ നമ്മളിപ്പോൾ കേട്ട ഇത്. അപ്പോഴാണ് സ്ട്രോക്ക് വന്ന വിവരമൊക്കെ ജയറാം അറിയുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ആലപ്പുഴയിൽ വരുമ്പോൾ നേരിട്ട് വന്ന് കണ്ടോളാം എന്നൊരു വാക്കും കൂടെ ജയറാം ഏട്ടൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വാക്ക് പാലിച്ചോ? ഇല്ല. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഹസീബ് ജയറാം അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് 2000 കോവിഡിന് തൊട്ട് മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പൊ 2 വർഷമെങ്കിലും ആയിട്ടുള്ളൂ, കഴിഞ്ഞിട്ടില്ലേ, 1-2 വർഷമായിട്ടുള്ളൂ. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ് അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ചെയ്യൊക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ, അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ വിവരം കുറ്റബോധം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അയാൾ പറഞ്ഞതല്ലേ, എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ എൻ്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ്, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും, എൻ്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഹസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോൻ്റെ അടുത്ത് പറയും. അതിന് വേണ്ട നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഹസീബ് അവസാനം എടുത്ത 4 പടങ്ങളിൽ 3 എണ്ണം, 2 എണ്ണം ജയറാമിനെ വെച്ചെടുത്ത് പൊട്ടിച്ചു, 1 എണ്ണം മകനെ വെച്ചെടുത്ത് പൊട്ടിച്ചു. പടങ്ങൾ ഇതാണ്: ഒന്ന് ഹാപ്പി സർദാർ ലാസ്റ്റ് ഇറക്കിയത്, പിന്നെ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അത്, പിന്നെ 1 എണ്ണം 2018 ഇറങ്ങിയ കുട്ടനാടൻ മാർപ്പാപ്പ, അതും പൊട്ടിയതാണ്, പിന്നെ ആടുപുലിയാട്ടം. ഇതെല്ലാം പൊട്ടി പാളീസായ പടങ്ങളാണ്. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ജയറാം അല്ലെങ്കിൽ ജയറാമിന്റെ മകൻ നായകനായിട്ടുള്ള പടങ്ങളാണ് ഇദ്ദേഹത്തിന് സാമ്പത്തികമായി ഒരുപാട് ബാധ്യത ഉണ്ടാക്കി കൊടുത്ത പടങ്ങൾ. ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ നടനെ കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടനല്ലല്ലോ പൈസ മുടക്കുന്നത്, പ്രൊഡ്യൂസർ ആണല്ലോ. പ്രൊഡ്യൂസറിന് അതിനുള്ള കഴിവില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. എന്തിനാണ് പൈസ മുടക്കി പടം പൊട്ടിക്കുന്നത്? സിനിമയെ പറ്റി ഒരു ധാരണയില്ലാതെ, അത് എങ്ങനെ ആളുകൾക്ക് വർക്കാവില്ല എന്ന് അറിയാതെ പോയി പടം എടുത്തിട്ട് പൊട്ടിച്ചിട്ട് കടന്ന് മൂങ്ങിയിട്ടും കാര്യമില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പറഞ്ഞു പറ്റിക്കൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രൂഫ് ഇല്ലാത്തതുകൊണ്ടാണ് പല പ്രൊഡ്യൂസേഴ്സും കേസിനൊന്നും പോകാത്തത്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്, ബന്ധങ്ങൾ വെച്ചിട്ടാണ്. ഈ അടുത്തിടെ നമ്മുടെ മോളിവുഡ് ടൈംസിന്റെ സംവിധായകൻ അഭിനവ് നായക് പുള്ളിയും പറയുന്നുണ്ടായിരുന്നു, റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് മലയാളം ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടായിരിക്കണം പല ആളുകളും പൈസ മുടക്കാൻ വേണ്ടി വരുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ കിട്ടും, ചിലപ്പം പടം തുടങ്ങുന്നത് 5 കോടിയിലായിരിക്കും, 5 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും പടം തുടങ്ങുന്നത്. പിന്നീട് സംവിധായകൻ വന്നിട്ട് പറയും 5 കോടിയിൽ ഇത് തീരില്ല, ഇത് 10 കോടിയാവും. ഇങ്ങനെയാണ് പല സിനിമകളുടെയും ബഡ്ജറ്റ് കൂടി പോകുന്നത്. ആ 5 കോടിയിൽ തീർത്ത് അത് പൊട്ടിച്ചിരുന്നെങ്കിൽ 5 കോടി രൂപയെ നഷ്ടം വരത്തുള്ളൂ. പക്ഷെ അത് 10 കോടി ഇറക്കി പൊട്ടിക്കുമ്പോൾ 10 കോടി രൂപയാണ് നഷ്ടം. ഈ അടുത്തിടെ വെള്ളം മുരളി വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായതാണ്. പുള്ളിക്ക് പറ്റിയത് വിധേയാവസ്ഥയാണ്. 10 കോടിയിൽ തീർക്കാന്ന് പറഞ്ഞ പടം റിലീസ് ആയ സമയത്ത് 10-20 കോടിയെ കണ്ടായി. കഴിഞ്ഞ ദിവസം ബാന്ദ്ര, നമ്മുടെ ദിലീപിന്റെ ബാന്ദ്രയുടെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഇത് 14 കോടിയിൽ കണ്ട് തീർക്കാമെന്ന് പറഞ്ഞ പടമാണ്. അത് പിന്നെ 17 കോടിയായി, പിന്നെ 21 കോടിയായി. ഏറ്റവും അവസാനം പടം ഇറങ്ങിയപ്പം അതിന്റെ ബഡ്ജറ്റ് 35 കോടി. എന്നിട്ട് പടത്തിന്റെ അവസ്ഥ അറിയാമായിരുന്നല്ലോ, 8 നിലയിൽ പൊട്ടി. OTT-കാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലായി. മൊത്തത്തിൽ കിട്ടിയ കളക്ഷൻ 3 കോടി രൂപ. 30 കോടിയിലധികം രൂപ ഒരു സിനിമയുടെ പുറത്ത് പ്രൊഡ്യൂസറിന് നഷ്ടം. ഇവരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ പ്രൊഡ്യൂസർ പൈസ ഇറക്കുന്നത്. ചേട്ടാ പടം ഇറങ്ങി, ഹിറ്റാണ്, ചേട്ടന് 30 അല്ല 50 കോടി നമ്മൾ തിരിച്ചു പിടിച്ചു തരും എന്നും പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് ഒരു പടം തുടങ്ങി. അത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ ഇറക്കിയ പൈസ നഷ്ടമാവും എന്നും പറഞ്ഞിട്ട് പിന്നെയും കടം എടുത്ത് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കും. അങ്ങനെ ഏറ്റവും അവസാനം കയ്യിലിരുന്നതും പോയി, കടം മേടിച്ചതും പോയി,
മൊത്തത്തിൽ ബ്ലൂം ചിക്ക വാവ ആവുന്ന പ്രൊഡ്യൂസർമാരാണ് മലയാള സിനിമയിൽ ഒരുപാടുണ്ട്. ആരും വന്ന് അങ്ങനെ തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. പക്ഷെ എന്നാലും വളരെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അത് വേറെ കാര്യം. ജയറാമിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹസീബ് എന്ന് പറയുന്ന വ്യക്തി ജയറാമിനെ നല്ല രീതിയിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ പടം പൊട്ടും എന്ന് തന്റെ കൂടെയുള്ള ആളുകൾ വരെ പറഞ്ഞിട്ട് ജയറാമേട്ടന്റെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജയറാമേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ആ പടം കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി പുള്ളിയുടെ ഇരിക്കുന്ന പൈസ മുടക്കിയിട്ട് ആ പടം എടുത്തത്. അങ്ങനെ ആ വിശ്വാസം ജയറാം നിലനിർത്തിയില്ല. പടം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷവും പുള്ളിയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. സോ ഇത്രയും കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പുള്ളിയുടെ ഈ കാണിക്കുന്ന വിനയമൊക്കെ ഭയങ്കര ഫേക്കാണ്. ഈ കാര്യം കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയാണ്. പുള്ളിയുടെ വിനയം കപടമാണ്. ഈ ഉഷ ഹസീന പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് സാധൂകരിക്കുന്ന ജയറാമിന്റെ വോയിസും ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക. എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ ഹസീബ്. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഹസീബിന് ജയറാം അയച്ച വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഒള്ളി കൊണ ആൻഡ് പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. താൻ എൻ്റെ മകൻ്റെ അടുത്ത് എപ്പോഴും പറയും, ആ അങ്കിള് എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് നിനക്ക് വേണ്ടിയിട്ട് ആ പൈസ മൊത്തം ചെലവാക്കി കളഞ്ഞത്. എപ്പോഴും പറയുന്ന അങ്കിള് ഇത്രയും നാളായിട്ട് ഈ ഹസീബ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു കോള് പോലും വിളിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിനകത്ത് തന്നെ ഉണ്ട് എന്ത് കള്ളത്തരമാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പടം ഇറക്കി പൊട്ടിയതിനു ശേഷം സാമ്പത്തിക സഹായം വേണ്ട, ഒരു മെന്റൽ സപ്പോർട്ട് പോലും കൊടുക്കാറുണ്ടല്ലോ. ഇതിപ്പം ജയറാമിന്റെ വാക്ക് കേട്ട് പുള്ളി പൈസ ഇറക്കി അങ്ങേരുടെ പണവും പോയി, അങ്ങേര് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി അയാളെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ അങ്ങേരുടെ മൈൻഡിൽ അതായി പോയില്ലേ. ഇത്രയും നാൾ അയാള് ജയറാമിൽ വെച്ച വിശ്വാസമാണ് ഇല്ലാതായി പോയത്. ഇത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് പരിസരത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഊമ്പിച്ചു വിട്ട്. സത്യം അങ്ങനെ വേണം പറയാൻ. നൈസായിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് പടം ഇറക്കി പൊട്ടിച്ച് ഊമ്പിച്ചു വിട്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളുടെ ഒപ്പമാണ് നമ്മൾ ആ ബിസിനസ് ചെയ്യുന്നതെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ആണെങ്കിൽ പോലും ഒരിക്കലും വിശ്വാസത്തിന്റെ പുറത്ത്, ബന്ധങ്ങളുടെ പുറത്ത്, സ്നേഹത്തിന്റെ പുറത്ത് പണം കൊടുക്കാൻ നിൽക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. പിന്നെ അവർ നമുക്ക് ശത്രുക്കളായി മാറും, നമ്മുടെ പണവും പോവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണം ഒരു ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ എന്തിനകത്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതാകുമ്പോൾ പിന്നീട് കാണാൻ പറച്ചിലൊന്നുമില്ല. ഇതാണ് നമ്മുടെ സാധനം, ഇത് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ്. അല്ലെങ്കിൽ തെളിവില്ലല്ലോ, കടം മൊത്തം നമ്മുടെ തലയിൽ ഇട്ടിട്ടില്ല, അവൻ ചന്തിയിലെ പൊടിയും തട്ടി അവനെ എണീറ്റ് പോകും. ഇതിപ്പോ ഈ പ്രൊഡ്യൂസർ ഹസീബിന് പറ്റിയത് തന്നെ. ജയറാം ഞാനുണ്ടേ എന്ന് പറഞ്ഞിട്ട് ജയറാമിന്റെ പാടി നോക്കി പോയി. ഇതിനെപ്പറ്റി നമ്മുടെ ശാന്തിവിള കുറച്ച് ആൾക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസറിന് പറ്റി, അമളിയെ പറ്റി, ഈ ജയറാം ഈ ചെയ്ത ചെയ്ത്തിനെ പറ്റി. ജയറാം ഇടപെട്ട്, അണ്ടർലൈൻഡ് കേൾക്കണം, ജയറാം ഇടപെട്ട് ഹസീബിനെ കൊണ്ട് എടുപ്പിച്ചു. എന്തെങ്കിലും അടി പറ്റിയാൽ ഞാനില്ലേ ഹസീബെ പരിഹരിച്ചോളാമെന്ന ഉറപ്പ് ജയറാം നൽകിയത് ഒരു ഉറപ്പായി തന്നെ ഹസീബ് എടുത്തു. ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിയിലും പഞ്ചാബിലും ഒക്കെ പോയി അടിച്ചു പൊളിച്ചങ്ങ് പടം തീർത്തു. പക്ഷെ തിയേറ്ററിലെത്തിയപ്പോൾ പരമദയനീയമായി ഈ സർദാർ പടം തലകുത്തനെ താഴെ വീണു. എന്തേലും പ്രശ്നം വന്നാൽ ജയറാം ഉണ്ടല്ലോ കൂട്ടിന്. ഇതിനിടയിലാണ് സ്ട്രോക്കിന്റെ രൂപത്തിൽ ഹസീബിനെ വിധി വീഴ്ത്തിയത്. പടം 7 നിലയിൽ പൊട്ടി. 2019 ഹാപ്പി സർദാർ. അതിന് മുൻവർഷം 2018 കുഞ്ചോക്ക ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പയും വിജയമായിരുന്നില്ല. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. എന്തായാലും ഹാപ്പി സർദാർ കോടികൾ കളഞ്ഞു. അസുഖബാധിതനായി ഹസീബ് വീഴുകയും ചെയ്തു. എന്തെങ്കിലും വഴിതേടി ജയറാമിനെയോ കാളിദാസിനെയോ ഹസീബ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കില്ല. അങ്ങനെ ഹസീബിന്റെ ജീവിതം ശരിക്കും വഴിമുട്ടി എന്ന് എന്നോട് അയാൾ തുറന്നു പറഞ്ഞു. എൻ്റെ ദിനേശേട്ടാ, എന്നെ ഇങ്ങനെ ജയറാം ചതിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തെങ്കിലും പടത്തിനൊരു വീഴ്ച വന്നാൽ ഞാൻ ഇല്ലേ ഹസീബെ എന്ന് എന്നോട് ചോദിച്ച് അയാളുടെ മകൻ്റെ പടം എന്നെ തലയിൽ വെച്ച് തന്നാണ്. ദയനീയമായി കോടികൾ പോയപ്പോൾ ഞാൻ ഈ അസുഖബാധിതനല്ലായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഞാനിങ്ങനെ സ്ട്രോക്കിൻ്റെ രൂപത്തിൽ കിടക്കുകയാണ് വീട്ടിൽ. അപ്പം ഞാൻ എന്തെങ്കിലും അയാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല, അയാളുടെ മകൻ നായകനായ പയ്യനും എടുക്കുന്നില്ല. എന്ത് പറയാനില്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരുപാട് വിനയമായി തേജ് വരുന്ന ടീംസിനെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പം ജയറാമിന്റെ കളികൾ മൊത്തം തമിഴ്നാട്ടിലാണ് വിനയം വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. എന്റെ ദൈവമേ, ആ വീഡിയോക്കകത്ത് വാരി വിതറുന്ന വിനയം
കണ്ടിട്ട് തൊലി ഉരിഞ്ഞു പോകും. അങ്ങ് കുമ്പിടുവാണ് കടന്ന്, കുമ്പിടുന്നു, ലിറ്ററലി കുമ്പിടുന്നു. എല്ലാവർക്കും നന്ദി. ഓൾ ദ കാസ്റ്റ് ആൻഡ് ക്രൂ, ഡയറക്ടർ, എസ്പെഷ്യലി മൈഡിജി എന്നെ നമ്പി இந்த കൃഷ്ണൻ കൊടുത്ത കുട്ടിയാണ്. താങ്ക് യു കിഷൻ സർ, இவ்வளவு அழகா எங்களை ஸ்கிரீன்ல காட்டினதுக்கு ஆல் ஆஃப் யூ சார். சார் தேங்க்யூ. சார் உங்ககிட்ட கொஸ்டின் இருக்கு சார். ஒரே ஒரு கொஸ்டின் சார். பிகாஸ் உங்களை காமெடியன் ரோல்ல பார்த்து என்ஜாய் பண்ணியிருக்கோம், வில்லன் ரோல்ல பார்த்து இந்த படத்துல பயங்கரமா என்ஜாய் பண்ணுவோமா இல்ல கோவம் வருமா சார் உங்களை பார்த்து? எப்படி சார் இருக்கு? அது நான் இப்ப சொல்ல முடியாது. ஓகே சார், நாங்க படம் பார்த்து தெரிஞ்சுக்கிறோம். தேங்க்யூ சார், தேங்க்யூ சோ மச். തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ജയറാമിന്റെ കാല് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ നൂന്നിരിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, വളഞ്ഞിരിക്കും. വിനയം കൊണ്ട് അത്രയും വിനയമാ, മുട്ടും നിവർത്തുമില്ല. അപ്പുറത്തേക്ക് നാക്ക് തന്നെക്കാളും ഹൈറ്റ് ഇച്ചിരി കുറവാണെങ്കിൽ അവരുടെ ഹൈറ്റിനേക്കാളും താഴെ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വളച്ചിങ്ങനെ ആവും പുള്ളി. ഇങ്ങനത്തെ പടമൊക്കെ പൊട്ടിയാലും ജയറാമിന് കേരളത്തിൽ ഒരു വിലയുണ്ടായിരുന്നു. കേരളത്തിലെ വിനയം കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് തമിഴ്നാട്ടിൽ പോയി കിടന്നപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനിങ്ങനെ കുനിഞ്ഞു കുമ്പിട്ട് നിൽക്കുന്നത്? ഭയങ്കര ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടോ തോന്നണേ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ചെയ്യുക. വേറൊരു കേട്ടൊരു. അപ്പം ശരി, ബൈ.